ഹായ് ഓൾ, ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് യൂട്യൂബിൽ വന്നിരിക്കുന്ന പുതിയൊരു അപ്ഡേഷനെ കുറിച്ചിട്ട് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് നമുക്ക് നിലവിൽ ഫേസ്ബുക്കിൽ പെർഫോമൻസ് ബോണസ്, അതുപോലെ തന്നെ സ്റ്റോറി ഇട്ട് കഴിഞ്ഞാലും ഏണിങ്സ് ലഭിക്കുന്നുണ്ട്, അതുപോലെ തന്നെ റീൽസ് ഇട്ട് കഴിഞ്ഞാൽ ഏണിങ്സ് ലഭിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ലോങ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഏണിങ്സ് ലഭിക്കുന്നുണ്ട്, പിന്നെ ക്രിയേറ്റർ സ്റ്റോർ ഫണ്ട്, പിന്നെ പാർട്ട്ണർഷിപ്പ് ആർട്സ്, ഇങ്ങനെയുള്ള പല ഓപ്ഷനിലൂടെ നമുക്ക് ഏണിങ്സ് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ യൂട്യൂബ് നിലവിൽ ഷോർട്സ്, അതുപോലെ തന്നെ ലോങ് വീഡിയോ, പിന്നെ ആഡ് പ്രൊഡക്റ്റ്, അതുപോലെ തന്നെ ജോയിൻ ബട്ടൺ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയാണ് യൂട്യൂബിൽ കൂടി നമുക്ക് ഏണിങ്സ് ലഭിക്കുന്നത്. പക്ഷെ ഫേസ്ബുക്കിനെ ത്രൂ ചെയ്ത് ഫേസ്ബുക്കിന് അതേപോലെ തന്നെയുള്ള ഒരു സംഭവം നിലവിൽ യൂട്യൂബിലും വന്നിട്ടുണ്ട്. പെർഫോമൻസ് ബോണസ് എന്നാണ് അതിന്റെ. പിന്നെ നിലവിൽ ഫേസ്ബുക്കിൽ അതേപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ പിന്നെ യൂട്യൂബിലും അതേ രീതിയിൽ തന്നെയാണ് പെർഫോമൻസ് ബോണസ്. പക്ഷെ പെർഫോമൻസ് ബോണസ് നിലവിൽ ഫേസ്ബുക്കിൽ നമ്മൾ ഇടുന്ന റീൽസിന്റെയും അതുപോലെ തന്നെ ലോങ് വീഡിയോയുടെയും അതുപോലെ ടെക്സ്റ്റിന്റെ എല്ലാം ബേസ് ചെയ്തിട്ടാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ, യൂട്യൂബിൽ നമ്മൾ സെയിൽ ചെയ്യുന്ന പ്രൊഡക്റ്റിന് അനുസരിച്ചിട്ടായിരിക്കും, നമ്മൾ എത്രത്തോളം സെയിൽ ചെയ്യുന്ന അതിനനുസരിച്ചിട്ട് നമുക്ക് കമ്മീഷൻ ലഭിക്കുന്ന രീതിയിലാണ് യൂട്യൂബിലെ പെർഫോമൻസ് ബോണസ്. അപ്പോൾ അത് വിശദമായിട്ട് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിനിമം അതിന്റെ എലിജിബിലിറ്റി 10,000 സബ്സ്ക്രൈബേഴ്സ് എന്തായാലും ആയിരിക്കണം. അതുകൂടാതെ തന്നെ നിങ്ങൾ മോണിറ്റൈസേഷൻ ആയിട്ടുള്ളവരും ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ രണ്ട് ക്രൈറ്റീരിയ നിലവിൽ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്കും ഈ ഓപ്ഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അത് വിശദമായിട്ട് നമ്മൾക്ക് കാണുന്നുണ്ടെങ്കിൽ യൂട്യൂബ് YT സ്റ്റുഡിയോയിൽ പോയാൽ നമുക്ക് കാണാൻ സാധിക്കില്ല, അതുപോലെ തന്നെ യൂട്യൂബിന്റെ സാധാ ആപ്ലിക്കേഷനിലും കാണാൻ സാധിക്കത്തില്ല. നിങ്ങൾ ക്രോമിൽ കൂടി യൂട്യൂബ് ഓപ്പൺ ചെയ്യണം. ക്രോമിൽ കൂടി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇവിടെയുള്ള ഈ ഡോളർ, അതായത് മോണിറ്റൈസേഷന്റെ ആ ഏരിയയിൽ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇങ്ങനൊരു ഇന്റർഫേസ് വരും. അവിടെ താഴെയുള്ള ഈ ഷോപ്പിങ്ങിൽ വീണ്ടും ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഹൗ യു ആർ ഡൂയിങ്, അതായത് അഫിലിയേറ്റ് പെർഫോമൻസ് ബോണസ്. ഇവിടെ പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, അഫിലിയേറ്റ് പെർഫോമൻസ് ബോണസ് എന്നല്ല. നമുക്ക് അവിടെ അതിന്റെ താഴെ ഡേറ്റും കൊടുത്തിട്ടുണ്ട്. ഫ്രം 1 August to 31 August ഏൺ അപ് ടു 550 when you sell affiliate product on YouTube. നിലവിൽ നമ്മൾ ആഡ് പ്രൊഡക്റ്റ് കൊടുക്കുന്ന ഓപ്ഷന്റെ ഭാഗത്ത് നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അത് നമ്മൾ $550 വരെ, അത് നമ്മൾ സെയിൽ ചെയ്തിട്ട് $550 വരെ നമുക്ക് ഏർണിങ്സ് ഉണ്ടാക്കാനുള്ള പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, അതായത് ഓഫർ വന്നിട്ടുണ്ട്. അതായത് നമ്മൾക്ക് പിന്നെ അതിന് ഒരു ലിമിറ്റ് ഉണ്ട്. നമുക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും, നിങ്ങൾ ഇത്ര സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര കമ്മീഷൻ, ആ ഒരു രീതിയിൽ നമുക്ക് ഒരു പിന്നെ പരിമിതി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെ അതിനെ വ്യക്തമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയുള്ള യുവർ പ്രോഗ്രസ് നില ഈ ഭാഗത്ത് സെയിൽസിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ലേൺ മോർ വരും. അപ്പോൾ അവിടെ ലേൺ മോറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ കുറിച്ചിട്ട് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിലവിൽ ഇത് ഇന്ത്യയിലും ലോഞ്ച് ആയിട്ടുണ്ട്, ചില രാജ്യങ്ങളിൽ ലോഞ്ച് ആയിട്ടില്ല. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതാ, eligible creators must meet the following sales tiers to earn on bonus per month amount in $. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും 5 ബോണസ്. ഞാൻ കുറച്ച് സൂം ചെയ്യാം. $5 ബോണസ് ഫോർ ഡ്രൈവിംഗ്, $100 ഇൻ ടോട്ടൽ പ്രൊഡക്റ്റ് സെയിൽസ്. $100 പ്രൊഡക്റ്റ് നിങ്ങൾ സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് $5 ലഭിക്കും. അപ്പം $1000 അതിന്റെ സെയിൽ നടന്നു കഴിഞ്ഞാൽ നമുക്ക് എത്ര ലഭിക്കും? $50 ലഭിക്കും. അതേപോലെ തന്നെ നമുക്ക് $5000 സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ എത്ര ലഭിക്കും? $250 നമുക്ക് ഇവിടെ ലഭിക്കും. ഓക്കെ, നമ്മൾ അതുപോലെ 10,000 ചെയ്ത് കഴിഞ്ഞാൽ $500, 11,000 ചെയ്ത് കഴിഞ്ഞാൽ $11,000 സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ $550 വരെ നിലവിൽ അവിടെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ എമൗണ്ട് നമ്മൾക്ക് വന്നു കഴിഞ്ഞാൽ ആ ഡേറ്റ് കഴിഞ്ഞ്, അതായത് നിലവിൽ August 1 മുതൽ 31 വരെയാണെന്നുണ്ടെങ്കിൽ അതിനുശേഷം 45 ഡേയ്സ് ഈ എമൗണ്ട് അവിടെ തന്നെ ഉണ്ടാവും, അതായത് ഹോൾഡ് ആയിട്ട് തന്നെ ഉണ്ടാവും. ഈ 45 ഡേയ്സിൻ്റെ അകത്ത് ഇതിൽ കൂടി ഫ്ലിപ്കാർട്ടിൽ കൂടിയും അതുപോലെ മറ്റുള്ള ആപ്ലിക്കേഷനിൽ കൂടിയിട്ടും പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് തിരിച്ച് അയച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ആ പ്രൊഡക്റ്റ് നമ്മൾ സെയിൽ ചെയ്ത എമൗണ്ടിൽ ലെസ് ആവും. തിരിച്ച് അയക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാണിക്കുന്ന അതേ എമൗണ്ട് തന്നെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ മനസ്സിലായില്ലേ? റിട്ടേൺ ആയിക്കഴിഞ്ഞാൽ അവിടെ നമ്മൾ സെയിൽ ചെയ്ത് പിന്നെ എമൗണ്ട് അവിടെ ലെസ് ആവും. റിട്ടേൺ ആയില്ലെങ്കിൽ അതേ എമൗണ്ട് വെച്ചിട്ടായിരിക്കും നമുക്ക് കമ്മീഷൻ ലഭിക്കുന്നത്. ഓക്കെ, ഈ 45 ഡേയ്സിന് ശേഷമായിരിക്കും, അതായത് August 30 ശേഷമുള്ള 45 ഡേയ്സിന് ശേഷമായിരിക്കും നമുക്ക് ആ എമൗണ്ട്, കമ്മീഷൻ ബേസിലുള്ള എമൗണ്ട് നമുക്ക് അക്കൗണ്ടിലേക്ക് വരുന്നത്. ഓക്കെ,
അപ്പോൾ ഈ ഒരു ഡീറ്റെയിൽസ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് പല ആൾക്കാർക്കും ഇത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ക്രോമിൽ കൂടി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇത് കാണാൻ സാധിക്കത്തുള്ളൂ. നിലവിൽ YT സ്റ്റുഡിയോയിലോ യൂട്യൂബിന്റെ നോർമൽ ആപ്ലിക്കേഷനിലോ ഈ ഒരു കാര്യം വന്നിട്ടില്ല. ഓക്കെ, ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഇനി നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ.